ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ കഥകളൊക്കെ പാടി നടക്കുന്ന രാഹുൽ ഗാന്ധിക്ക് നട്ടെല്ല് നിവർത്തി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് മുന്നിൽ രണ്ട് വാക്ക് പറയാൻ കഴിയില്ല. മുട്ടിടിക്കും, മുള്ളിപ്പോകും. രാജ്യം യുദ്ധമുഖത്ത് നിന്നപ്പോൾ പോലും ആശാൻ അറിയേണ്ടത് ഇന്ത്യക്ക് എത്ര മിസൈലുകൾ നഷ്ടമായി എന്നതായിരുന്നു. ഈ ഒരു യുദ്ധം അവസാനിക്കുന്ന വേളയിൽ ഓടി നടന്നുകൊണ്ട് നഷ്ടപ്പെട്ട മിസൈലുകളുടെ എണ്ണമെടുക്കാൻ അദ്ദേഹം ഇറങ്ങി അങ്ങ് തിരിച്ചു. മാത്രമല്ല, രാഷ്ട്രീയം മറന്ന് രാഷ്ട്രത്തോട് നിൽക്കുന്നവരെ, രാഷ്ട്രമെന്ന വികാരം ഉയർത്തിപ്പിടിക്കുന്നവരെ കോൺഗ്രസിൽ നിന്നും ചവിട്ടി പുറത്താക്കാൻ കരുക്കൾ നീക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നയം എന്തെന്നാൽ പാകിസ്ഥാന്റെ ശബ്ദമായി നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ മാത്രം കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കണമെന്നതാണ്. ഇപ്പോൾ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന കോൺഗ്രസ് എം പി ശശി തരൂരിനെ പോലും ആട്ടിപ്പായ്ക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. പാകിസ്ഥാന് വേണ്ടി സിന്ദാബാദ് വിളിച്ചിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ശശി തരൂരിനെ ആ യാത്ര കഴിഞ്ഞെത്തുന്നതിന് മുൻപേ തന്നെ വിമാനത്താവളത്തിൽ പോയി കുടിയിരുന്നു കൊണ്ട് അദ്ദേഹം എത്തുന്ന സമയത്ത് പൊന്നാടയണിയിച്ച് സ്വീകരിക്കുമായിരുന്നു. അതും ചരിത്ര ഏടുകളിൽ കുറിക്കപ്പെടുമായിരുന്നു. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്ത ധീരതയും ഒറ്റയടിക്ക് അമേരിക്കയോട് പോലും നോ പറഞ്ഞു കളഞ്ഞ കാലമൊക്കെ പോയി. പക്ഷേ ആശാൻ എന്നും ജീവിക്കുന്നത് 1971-ലാണ്. അമ്മുമ്മയുടെ ഒരല്പമെങ്കിലും, അല്ലെങ്കിൽ പോട്ടെ എന്തിനധികം പറയുന്നു, അമ്മ സോണിയാഗാന്ധിയുടെ കുരുട്ട് ബുദ്ധിയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്നേക്കുമായി ആ പ്രധാനമന്ത്രി കസേരയെങ്കിലും ലഭിക്കുമായിരുന്നു. അതിൽ ഞെളിഞ്ഞിരിക്കാമായിരുന്നു. അതിന് പോലും കഴിയാത്ത ആളാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ ഇറങ്ങി നിൽക്കുന്നതും. ഇത്തരത്തിൽ കുറേയധികം വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. രണ്ട് വാക്ക് നട്ടെല്ല് നിവർത്തി പാകിസ്ഥാനെതിരെ സംസാരിക്കാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എന്തർഹതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ അല്ലെങ്കിൽ ആക്ഷേപ വാക്കുകൾ ചൊരിയാൻ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാറിൽ എത്താൻ US സമ്മർദ്ദമെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങിയെന്ന് ആരോപിക്കുന്ന രാഹുലിന്റെ പ്രസ്താവന വിവാദമാകുകയും അത് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുകയുമാണ്. ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ BJP ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പരിഹസിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് മുൻപിൽ മോദി കീഴടങ്ങിയെന്നാണ് രാഹുൽ ആരോപിക്കുന്നത്. ഭോപ്പാലിൽ കോൺഗ്രസിന്റെ സംഘൻ ശ്രീജൻ അഭിയാന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കവെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത്. ട്രംപ് അവിടെ നിന്ന്, അതായത് US-ൽ നിന്ന് ഒരു ആംഗ്യം കാണിച്ചു. ഫോൺ എടുത്ത് മോദിജി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നരേന്ദർ കീഴടങ്ങുക എന്ന് ആവശ്യപ്പെട്ടു. മോദിജി അതേ സാറെന്ന് മറുപടിയും പറഞ്ഞു. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ വിവാദത്തിന് വഴിയൊരുക്കുകയായിരുന്നു. രാഹുലിനെതിരെ ഭരണകക്ഷിയായ BJP ശക്തമായ പ്രതിഷേധമാണ് ഇതിനു നേരെ ഉയർത്തിയതും. സമ്മർദ്ദത്തിന് മുന്നിൽ BJPയും RSSും വഴങ്ങുമെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. എനിക്ക് BJP RSS നേതാക്കളെ നന്നായി അറിയാമെന്നും ആരെങ്കിലും ഒരു ചെറിയ സമ്മർദ്ദം ചെലുത്തുകയും അതുപോലെ കടുപ്പിച്ച് പെരുമാറുകയും ചെയ്താൽ പോലും അവർ ഭയന്ന് ഓടിപ്പോകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ കേന്ദ്രത്തിനും മോദിക്കുമെതിരെ കടുത്ത നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി പറഞ്ഞ പ്രസംഗത്തിൽ ആ ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. ഇത്തരത്തിൽ ഫോൺ കോൾ വന്നിരുന്ന കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 1971 യുദ്ധം 7ാമത്തെ കപ്പൽപ്പട വന്നു, ആയുധങ്ങൾ വന്നു, വിമാനവാഹിനി കപ്പലുകൾ വന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി പറഞ്ഞത് എനിക്ക് വേണ്ട, ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നാണ്. ഇതാണ് വാസ്തവം. എക്സ്പോസ്റ്റിലൂടെയാണ് രാഹുൽ ഗാന്ധി തന്റെ നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞത്. ട്രംപിന്റെ ഒരു കോൾ വന്നു, നരേന്ദ്രജി ഉടൻ കീഴടങ്ങി. ചരിത്രം ഇന്ന് സാക്ഷിയാണ്. ഇതാണ് BJP RSSന്റെ സ്വഭാവം. അവർ എപ്പോഴും തലകുനിക്കുന്നു. അമേരിക്കയുടെ ഭീഷണി വകവയ്ക്കാതെ 1971 ഇന്ത്യ പാകിസ്ഥാനെ തകർത്തു. കോൺഗ്രസിലെ സിംഘണികളും വൻ ശക്തിക്കെതിരെ പോരാടി. ഒരിക്കലും തലകുനിക്കില്ല. അദ്ദേഹം തന്റെ പോസ്റ്റിൽ ഇക്കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പിന്നാലെ ഇപ്പോൾ കടുത്ത പ്രതിഷേധം തന്നെയാണ് BJP വിവിധ കോണുകളിൽ നിന്നും ഉയർത്തുന്നത്. പാകിസ്ഥാൻ ഏജന്റ് എന്നാണ് രാഹുൽ ഗാന്ധിയെ BJP അടക്കം വിശേഷിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.